എറണാകുളം ചോറ്റാനിക്കരയിൽ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന് പോലീസ്. ദുരൂഹത നീക്കാൻ ഫോറൻസിക് സംഘം പരിശോധന നടത്തും. വീട്ടുടമസ്ഥൻ ഫിലിപ്പിന്റെ മൊഴി രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കം? ഉന്മേഷ്, ചോറ്റാനിക്കര എരുവേലി പഞ്ചായത്തിന് സമീപത്താണ് ഈ 14 ഏക്കറിന് തൊട്ട് നടുക്കാണ് ഈ വലിയ വീടുള്ളത്. ഈ വീട്ടിൽ നിന്നാണ് ഇന്നലെ അസ്ഥിയും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് കവറിലാക്കി റെഫ്രിജറേറ്ററിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിലിപ്പോൾ ഫോറൻസിക് സംഘം ഇന്ന് വിശദമായ അന്വേഷണം നടത്തും. പോലീസും ഇത് വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു പഞ്ചായത്ത് അംഗം പോലീസിൽ നൽകിയ പരാതിയിൽ ഇന്നലെ ചോറ്റാനിക്കര പോലീസ് ഇവിടെ എത്തുന്നു. കൃത്യമായ അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിലാണ് റെഫ്രിജറേറ്ററിൽ നിന്ന് അസ്ഥികൂടവും ഒപ്പം തന്നെ വിരൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണ്ടെത്തുന്നത്. ഈ ഫ്രിഡ്ജിൽ നിന്നാണ്, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫ്രിഡ്ജിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തുന്നത്. 3 കവറുകളിലാക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ കവറിൽ ചെറിയ അസ്ഥി, രണ്ടാമത്തെ കവറിൽ വലിയ അസ്ഥി, മൂന്നാമത്തെ കവറിൽ വിരലുകൾ അങ്ങനെയൊക്കെയുള്ള ശരീരാവശിഷ്ടങ്ങൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഇന്നലെ ദുരൂഹത ഉണ്ടായിരുന്നു. പക്ഷേ പരിശോധിക്കേണ്ട കാര്യം എന്നത് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു കൊച്ചിയിലെ തന്നെ സൈക്കാട്രിസ്റ്റ് ആയ ഡോക്ടർ ഫിലിപ്പ് എം ജോണിന്റെ വീടാണ്. 20 വർഷക്കാലമായി ഇവിടെ ആരും ആൾതാമസമില്ല. അവരെല്ലാം തന്നെ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. മെഡിക്കൽ ഒരു കുടുംബമാണ്. 2 പേരും, അതായത് ഈ ഫിലിപ്പ് എം ജോണിന്റെ 2 മക്കളും ഡോക്ടേഴ്സാണ്. ഒരാൾ ന്യൂറോളജിസ്റ്റ് ആയിട്ടും മറ്റേ പീഡിയാട്രീഷ്യനായിട്ടും വർക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ മാർക്കുകൾ ഉണ്ടായി എന്ന് ഇന്നലെ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. അപ്പം ഏതെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച, പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഈ സ്ഥലത്തെത്തും. ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒപ്പം ഉണ്ടാകും. അതിലായിരിക്കും അന്വേഷണത്തിൽ വ്യക്തത വരിക. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ ചോറ്റാനിക്കര പോലീസിൽ അവിചാരിതമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ അസ്ഥികൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഉന്മേഷ്, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകി.